ഏറ്റവും പ്രിയമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ മാത്രമല്ല, ജാതി മതഭേദമന്യേ നന്മ ചിന്തിക്കുന്ന വ്യക്തികൾ, മനുഷ്യർ ഞെട്ടിത്തരിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് വെളിപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുമായി സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വ്യക്തികൾക്കും ചില വൈദികർക്കും ചില അൽമായ സംഘടനകൾക്കും അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയത്. ഇതൊരു സാധാരണ വാർത്തയായി തള്ളിക്കളയാതെ അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയോടും ചിന്തകളോടും കൂടി പല സാമൂഹ്യ നിരീക്ഷകരും, പല വ്യക്തികളും, പല സംഘടനകളും, പല സമുദായങ്ങളും, പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളിൽ ഭയമുണ്ടാവുകയും അവർ ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ശ്രദ്ധയോടെ വിശകലനം ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ, ജാമിത ടീച്ചർ പോലുള്ള സാമൂഹ്യ നിരീക്ഷകർ വളരെ ഗൗരവത്തോടുകൂടി ഈ വാർത്തയെ, ഈ ആരോപണത്തെ കാണണമെന്നും ഇതിലുള്ള സാരാംശം മനസ്സിലാക്കി ഗവൺമെൻറ് അധികൃതർ ശക്തമായ നടപടിയെടുക്കണമെന്നും ആഹ്വാനം ചെയ്യുകയുണ്ടായി. പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭയെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ഗൗരവമായ ഒരു വാർത്തയാണ് നാം ശ്രവിച്ചത്. ഇത്തരത്തിൽ സാമൂഹ്യ തിന്മകളിൽ ഏർപ്പെടുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ഒരു വ്യക്തിയെയാണ് എറണാകുളത്തിൻ്റെ മെട്രോപൊളിറ്റൻ വികാരിയായ മാർ ജോസഫ് പാംബ്ലാനി സഭയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് എന്ന് ദുഃഖത്തോടെയും ഖേദത്തോടെയും നാം ശ്രവിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം? നിഗൂഢ ലക്ഷ്യം എന്താണ്? അധികാരമോഹങ്ങളാണോ? തീർച്ചയായും അതേ എന്ന് പറയേണ്ടി വരും. പാംബ്ലാനി പിതാവിന് ഒരു മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം നോട്ടമുണ്ടോ? അതിനുവേണ്ടി എന്ത് ഹീനകൃത്യം ചെയ്യാനും അദ്ദേഹം തയ്യാറുണ്ടോ? അദ്ദേഹം തയ്യാറുണ്ട് എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. എങ്കിലും പ്രിയമുള്ള വിശ്വാസികളെ, സീറോ മലബാർ സഭയുടെ അന്തസത്ത കളഞ്ഞു കുളിക്കുന്ന ഇത്തരം തിന്മ പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്ന മെത്രാന്മാരെ സഭയുടെ സിനഡ് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വിശ്വാസഹത്യ സംഭവിക്കുന്ന പലതവണ എറണാകുളത്തെ സഭയോടൊപ്പമുള്ള വിശ്വാസികളിൽ പലരും വ്യക്തമായ നിർദ്ദേശം വത്തിക്കാൻ അയക്കുകയും വ്യക്തമായ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കിയ നിവേദനം ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പിനും കൊടുക്കുകയുണ്ടായി. മറ്റു പല മെത്രാന്മാരെയും പ്രൈവറ്റായി പേഴ്സണലായി പോയി കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുകയും എല്ലാവിധ സപ്പോർട്ടുകളും ഇവരെ പ്രദാനം ചെയ്യുകയും നമ്മളോട് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം സിനഡിൽ എല്ലാ മെത്രാന്മാരും വായും പൊട്ടിയിരിക്കുന്ന കാഴ്ച 6-7 സിനഡിൽ നമ്മൾ കാണുകയുണ്ടായി. ആരുടെ വായടപ്പിക്കലാണ് ഇവിടെ നടന്നത് എന്ന് ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവ്. ആരാണിതിനു പിന്നിൽ? ഈ മെത്രാന്മാർക്ക് ഭയമാണോ?